Hi, Namaste. Welcome back. Please welcome back to my channel, WinTrader. ട്രേഡിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ WinTrader ടെക്നിക്കൽ അനാലിസിസ് വളരെ യൂസ്ഫുൾ ആണ്. അതായത് നമ്മുടെ WinTrader ടെക്നിക്കൽ അനാലിസിസ് ആക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും അതേപോലെ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസും കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് ഒരു നിങ്ങൾക്ക് എവിടുന്ന് എൻട്രി എടുക്കണം, എവിടുന്ന് അതേപോലെ നമുക്ക് മാർക്കറ്റ് ഇനിയും കണ്ടിന്യൂ പോകാൻ നമുക്ക് സാഹചര്യം. അതായത് ഇപ്പോൾ ഇന്നത്തെ എക്സാക്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. മോർണിംഗിൽ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു അപ്രോക്സിമേറ്റ് 11 മണിക്ക് ശേഷം മാർക്കറ്റ് അപ് ട്രെൻഡ് സ്റ്റാർട്ടായി. അത് കുറച്ചൊരു കയറിയ ശേഷം മാർക്കറ്റ് ഒരു ഡിപ്പ് അടിച്ചതിന് ശേഷമാണ് തിരിച്ചു പോയത്. അപ്പം നമ്മൾ ട്രേഡ് എടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകും. മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത് തിരിച്ച് നമുക്ക് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടുമോ എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് മാർക്കറ്റ് നല്ലൊരു ഹൈക്ക് അടിച്ച് ഫുൾ ടൈം വൺ സൈഡ് മൊമെൻ്റ് ആണ്, ഹ്യൂജ് റിട്ടേൺസ് കിട്ടുകയും ചെയ്തു. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടൊരു ടെക്നിക്കൽ, അതായത് ആക്യുറേറ്റ് ടെക്നിക്കൽ അനാലിസിസ് അവിടെ കറക്റ്റ് ഒരു ഇൻഫർമേഷൻ നമുക്കത് ഹോൾഡ് ചെയ്യാം, തിരിച്ച് കയറാൻ സാധ്യതയാണ്, കറക്റ്റ് ഇൻഫർമേഷൻ തരും. അത് ഇന്നലെ മാർക്കറ്റ് ഇന്നെന്ന് പറഞ്ഞാൽ 23 ജൂലൈയിലെ പെർഫോമൻസ് ആണ്. ഇന്നലെയും ഇതുപോലെ തന്നെയാണ് മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷം ഒരു ചെറുതായിട്ട് ഹൈക്ക് പോയി തിരിച്ച് റിവേഴ്സ് അടിച്ചതിന് ശേഷമാണ് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ടെക്നിക്കൽ അനാലിസിസിൽ അത് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെ ലൈവായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ബൈ ആണ്. മാർക്കറ്റ് മോർണിംഗിൽ ഒരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നും പിന്നെയും ബൈ തന്നെയാണ് പോയത്. ഇപ്പോഴാണ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരു സിഗ്നൽ എടുത്ത് ടാർഗറ്റ് അച്ചീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഓപ്ഷൻ ചാർട്ട് എടുക്കാൻ ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 56,700 കോൾ ഓപ്ഷൻ നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. മോർണിംഗിൽ നമുക്ക് സിഗ്നൽസ് കിട്ടിയത് 473 പക്ഷേ കൺഫർമേഷൻ വന്ന് നമ്മൾ ആ ബ്രേക്ക്ഔട്ട് ലാസ്റ്റ് പോയ ബ്രേക്ക്ഔട്ടിൽ നിന്ന് 467 അതായത് മാർക്കറ്റ് ചെറുതായിട്ട് കയറി ഒരു ഡിപ്പ് വന്നതിന് ശേഷമാണ് പോയത്. അവിടുന്ന് ഒരു കയറിയ പോർഷൻ നമുക്ക് 735 വരെ പോയിട്ട് വൺ സൈഡ് മൊമെന്റ് ആയിരുന്നു, ഹ്യൂജ് റിട്ടേൺസ് ആയിരുന്നു കിട്ടിയത്. മോർണിംഗിൽ ഒരു വലിയൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല, അവിടുന്ന് സ്കാൽപ്പിംഗ് ട്രേഡ് ആണ്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ആ ബ്രേക്കിൽ നിന്ന് നല്ല റിട്ടേൺസ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ലൈവ് സെക്ഷനായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സിമ്പിളാണ്. ഇതിനകത്ത് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ഇതിനകത്ത് കാണാം. ഇതിനകത്ത് ഗ്രീൻ കളർ ബൈ ആണ്, റെഡ് കളർ സെല്ലാണ്. അപ്പോൾ നമുക്കൊരു സിഗ്നൽസ് നമുക്ക് ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അലേർട്ട് ഇൻഡിക്കേഷൻ, അതായത് മെസ്സേജ് ആയിട്ട് ഇതേപോലെ സൗണ്ട് എഫക്റ്റിൽ ഒരു അലേർട്ട് ഇൻഡിക്കേഷൻ ആയിട്ട് ഈ ബോക്സിൽ നമുക്ക് ഇതുപോലെ അലേർട്ട് ബോക്സ് ആയിട്ട് കാണിച്ചു തരും. അതേപോലെ നമുക്ക് ഡീറ്റെയിൽസ്, അതായത് ഇപ്പം സിഗ്നലിലെ ഡീറ്റെയിൽസ് മേലും താഴെയും കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ലാസ്റ്റ് വന്ന സിഗ്നൽ എപ്പോഴാണ് കിട്ടിയത്, അതിൻ്റെ എൻട്രി പോയിന്റ്, ടാർഗറ്റ്സുകൾ 3 അതിൽ പല തരത്തിലുള്ള ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാം. സ്കാൽപ്പിംഗ് ആണ് 1, 5 ഇൻട്രാഡേക്ക് ബാക്കിയെല്ലാം പൊസിഷൻ. അപ്പം 1, 5 സെറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ചെറിയ ട്രേഡുകളാണ്, നല്ല ട്രേഡുകൾ 5 മിനിറ്റ്സിൽ കിട്ടത്തുള്ളൂ. പക്ഷേ ചെറിയ ട്രേഡുകളൊക്കെ 1 മിനിറ്റിൽ സെറ്റപ്പ് ചെയ്യാം. അവിടെ നിന്ന് ചെറിയ റിട്ടേൺസ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും 1 മിനിറ്റിൽ. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് വന്ന സിഗ്നൽ പ്രകാരം മാർക്കറ്റും ചെറുതായിട്ട് കയറിയ ശേഷം അവിടുന്ന് ചെറിയൊരു ഹൈക്ക് അടിച്ചായിരുന്നു. അപ്പോൾ സോഫ്റ്റ് അവിടെ ഒരു ഡൗണിഷ് തന്നിട്ടില്ല, കാരണം ബൈ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു ചെറുതായ ട്രെൻഡ് ലൈൻ, ഈ ലൈൻ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അതിനർത്ഥം അവിടെ സെൽ ആയിട്ടില്ല, നമുക്ക് ഹോൾഡ് ചെയ്യാമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞത്തെ ബ്രേക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു ഹൈക്ക് മാർക്കറ്റ് ഒറ്റ കയറ്റമായിരുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ ഗോൾഡും രാവിലെ ഒരു ഡൗൺ സൈഡ്, ഇവിടുന്ന് ഒരു ചെറിയൊരു ഡൗൺ സൈഡ് 150 പോയിന്റ്സ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് സ്കാൽപ്പിങ്ങിൽ 5 മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗോൾഡ് അത് കഴിഞ്ഞ് ബൈ തന്നെയാണ് പോയത്, നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് അവിടുന്ന്. അതുകൊണ്ടാണ് കളർ ചേഞ്ചസ് ആയിട്ടും കാണിച്ചു തന്നത്. കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളർ, ബ്ലൂ, അതേപോലെ വൈറ്റ്, എക്സ്ട്രാ കളർ കാണിക്കുന്നത് അവിടെ സൈഡ് വേസ് ഇൻഡിക്കേഷൻ എന്നാണ് സോഫ്റ്റ്വെയർ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് തിരിച്ച് റിവേഴ്സ് പോകുന്നതിനും എക്സിറ്റ് അടിക്കാം. അതിന് കളർ ചേഞ്ച് കാണിച്ചു തരും. ഇതേപോലെ സൈഡ് വേസ് ഇൻഡിക്കേഷൻ ആയിട്ട് ഇതുപോലെ എക്സ്ട്രാ കളർ സൈഡ് വേസ് ഇൻഡിക്കേഷൻ കൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഈ ട്രെൻഡ് ചേഞ്ച് ആയിട്ട് 1, 5 പെട്ടെന്ന് ബിയറിഷിലേക്ക് ചേഞ്ച് വരും, അവിടെ നമുക്ക് എക്സിറ്റ് അടിക്കാം. അതേപോലെ തന്നെ അലേർട്ട് മെസ്സേജ്, റിവേഴ്സ് പോകുന്ന സമയത്ത് ക്രോസ് ഡൗൺ എന്ന് പറഞ്ഞ മെസ്സേജും നമുക്ക് ഇതേപോലെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, താങ്ക് യു.